പ്രവചനങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ വോട്ടർമാരുടെ ഒപ്പം ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള മുന്നണികളുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ ശരിയാകുമോ? ആ പ്രവചനങ്ങൾക്ക് എത്രത്തോളം ആയുസുണ്ട്? എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ആ പ്രവചനങ്ങൾ തെറ്റാനും ശരിയാകാനും സാധ്യതയുള്ളത് എന്ന കാര്യങ്ങൾ പരിശോധിച്ച് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തായി നമ്മൾ പരിശോധിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിലേക്ക് വരുന്നതിന് മുമ്പ് കോട്ടയം മണ്ഡലം പരിശോധിച്ച് പോകാം. കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പരിഗണിക്കേണ്ടതായിട്ട് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഒന്നാമത്തേതിനെ നമ്മൾ മാണി ഫാക്ടർ എന്ന് വിളിക്കും. KM മാണി വളരെ പെട്ടെന്ന് രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇല്ലാതായി പോയത്, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഏത് വിധത്തിൽ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് ബാധിക്കുമെന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. PC തോമസ് എന്നതാണ് രണ്ടാമത്തെ ഘടകം. PC തോമസ് എന്ന സ്ഥാനാർത്ഥി എന്തു ചെയ്യും എന്നത് കാണണം. സ്ഥാനാർത്ഥി മികവ് എന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കി അതാത് കാര്യങ്ങളിൽ അതാത് വ്യക്തികൾക്ക് എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ സാധിക്കും, അതെന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന കാര്യം കൂടെ പരിശോധിക്കണം. ആദ്യം ഈ KM മാണി വിടവാങ്ങിയത് രാജീവ്, അത് ഒരു സഹതാപ തരംഗം സ്വാഭാവികമായി ഉണ്ടാക്കിയിട്ടുണ്ട്. UDFന് ഗുണമാവുകയാണ് ചെയ്യുക. ഈ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകളെ ആകെ തന്നെയും സമാഹരിക്കാൻ അത് കാരണമാകുമെന്ന് വിചാരിക്കാം. പക്ഷേ അതേസമയം തന്നെയും അത് നെഗറ്റീവായിട്ടും ആ മാണിയുടെ ഫാക്ടർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചാഴികാടന് അനുകൂലമായിട്ട് വരും എന്ന നില അവിടെ നിൽക്കുമ്പോൾ തന്നെയും KM മാണി പെട്ടെന്ന് ഇല്ലാതായത് VN വാസവന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യത്തെ കൂടെ ഉണ്ടാക്കുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന മാണിയുടെ അഭാവത്തിൽ മാണി കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ശത്രുത തീർക്കാൻ കോൺഗ്രസ് മുതിരുമോ എന്ന കാര്യം വെച്ചാണ്. എന്ത് സംഭവിക്കാനാണ് ഇട? അതിനപ്പുറം ഈ കോട്ടയം മണ്ഡലത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ 1991 കേരളത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം വഹിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയൊരു യാത്ര, അത് വലിയ തരത്തിലുള്ള സഹതാപ തരംഗം ഉണ്ടാക്കി. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ സമീപകാലത്ത് നമുക്ക് ഓർമ്മയുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, EK നായനാരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് കണ്ണൂരേക്ക് പോയൊരു യാത്ര, കരുണാകരൻ്റെ മരണശേഷം മൃതദേഹം തൃശ്ശൂരേക്ക് കൊണ്ടുപോയത്. എന്ന് പറയുന്നത് പോലെ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് KM മാണിയുടെ മൃതദേഹം കൊണ്ടുപോയ യാത്ര, അത് ഏതാണ്ട് മണിക്കൂറുകളോളം വൈകി ഓരോ പോയിന്റും കടന്ന് അത് ഈ കോട്ടയം മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെയാണ് ഈ യാത്ര നടന്നത്. അത് KM മാണിയോട് ഇഷ്ടമുള്ളവർ, പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ പള്ളികളിൽ നിന്നുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു വലിയ ജനസമൂഹം അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു മൃതദേഹം വെച്ചുകൊണ്ടുള്ള യാത്ര ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ പോലെ അത് അങ്ങനെ ആക്കി എന്നുള്ളതല്ല, അങ്ങനെ ഒരു തരത്തിലും അവർ ആക്കിയിട്ടില്ല. പക്ഷേ അത് ഫലത്തിൽ അതാണ് ഒരു റോഡ് ഷോയുടെ എഫക്ട് അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന വിധത്തിലായിട്ടുണ്ടാകും. വൈകാരികമായ മറ്റേത് രാഷ്ട്രീയമാണ്, ഇതിനകത്തൊരു വൈകാരികമായ ഒരു അംശം ആ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ആ വൈകാരികമായ അടുപ്പം കൂടെ ചേർന്നതാണ്. അപ്പോൾ പിറവം മണ്ഡലത്തിലൂടെ, കടുത്തുരുത്തി മണ്ഡലത്തിലൂടെ, കോട്ടയത്ത് വന്ന് പാലായിൽ എത്തുന്നു. ഈ യാത്ര അത് കോൺഗ്രസ്സുകാരെ ഒരു വൈകാരികമായി അടുപ്പിക്കുകയും UDF നോട്ട് ചെയ്യുന്നവരെ വൈകാരികമായി അടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം തോമസ് ചാഴികാടൻ്റെ പ്രചാരണം തന്നെ KM മാണി സ്മൃതിയാത്ര എന്ന പേരിലാണ് പ്രചാരണ പരിപാടികൾ തന്നെ നടക്കുന്നത്. അത് വലിയ ആഘോഷവും ബഹളവുമായിട്ടുള്ള ഒന്നുമല്ല. അതൊരു സ്മൃതിയാത്ര, അല്ലെങ്കിൽ KM മാണിയെ കുറിച്ച് ആലോചിക്കുക, അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവരുടെ പ്രചാരണ പരിപാടികളും മാറ്റിയിട്ടുണ്ട്. അത് KM മാണി ഫാക്ടർ ആ രീതിയിൽ UDFന് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാനാണ്. അല്ല, ഈ പറഞ്ഞ കാര്യമോ, അതായത് കോൺഗ്രസിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ? അതായത് മാണി സാറങ്ങ് പോയതിന് കൊണ്ട് കോൺഗ്രസിന് ദുർബലമായിട്ടുള്ള കേരള കോൺഗ്രസിനെ ഉപദ്രവിച്ചു കളയാം എന്ന പഴയ ശത്രുത തീർക്കൽ ഉണ്ടാവുക, അങ്ങനെ ഒരു പക തീർക്കലിന്റെ ഒരു അവസരമായിട്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ കണ്ടു കഴിഞ്ഞാലും ആ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ KM മാണിയുടെ പാർട്ടിയോടും KM മാണിയോടും വ്യക്തി വിദ്വേഷമുണ്ട്. അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത് തീർക്കുന്നത് ഒരു രീതിയിലാണ്, പറയുക, പ്രചരിപ്പിക്കുക, ഒരുപക്ഷെ പ്രസംഗിക്കുക ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കായാലും ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ തന്നെയും പരസ്യമായിട്ട് ഇറങ്ങി പറയുക, അല്ലെങ്കിൽ 4 പേരോട് പറഞ്ഞ് അവരെ എതിരാക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമാകാത്ത ഒരു കാര്യമാണ്. അതാണ് ശ്രീ NJ നായർ. അവിടെ VN വാസവനെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ പല ഘടകങ്ങൾ അവർ ഇടതുപക്ഷം പരിഗണിച്ചിട്ടുണ്ടാകണം. ഒരുപക്ഷെ വിജയസാധ്യത പോലും ആ ഘട്ടത്തിൽ PJ ജോസഫ് ഉയർത്തിയ ചില വെല്ലുവിളികൾ, VN വാസവന്റെ വലിയ മണ്ഡലത്തിലെ സ്വാധീനം, അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് എന്നതൊക്കെ വെച്ചിട്ട് വിജയിക്കാൻ പോലും ആകും എന്ന് കുറച്ച് കടന്നാണെങ്കിൽ തന്നെയും ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ലല്ലോ. പക്ഷേ അത്തരത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങളെ KM മാണി സാറിൻ്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ എത്തിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വരെയുള്ള ഓരോ ദിവസവും വളരെ ക്രൂഷ്യലാണ്. ഓരോ ഡെവലപ്മെൻറ്റിനും അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ശ്രീ VN വാസവൻ എന്നുള്ള വ്യക്തി, അദ്ദേഹം പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപാട് പേരെ രക്ഷിക്കുന്നതിലും മറ്റും വളരെ സജീവമായി ഇടപെട്ടൊരു വ്യക്തിത്വമാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ
ഈ ശ്രീ കെ എം മാണിയുടെ മരണത്തിന് ഇപ്പുറം ഉണ്ടായിരിക്കുന്ന ഒരു യൂണിഫൈയിങ് ഫാക്ടറുണ്ട്. അതെങ്ങനെ പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഒപ്പം രാജീവ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ്സുകാരും പിന്നെ ഉടനെ തന്നെ പ്രത്യക്ഷത്തിൽ ശ്രീ കേരള കോൺഗ്രസിനെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ അത് വൈരാഗ്യ നിര്യാതന ബുദ്ധിയോടുകൂടി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഇനിയും തീർന്നിട്ടില്ല. അതൊന്നും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് തീരുന്നതുമല്ല. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതും അതിനെ ഇപ്പോൾ എത്ര സ്മൃതിയാത്ര എന്ന് നമ്മൾ എന്ത് നടത്തി കഴിഞ്ഞാലും ഈ ഉള്ളിലുള്ള വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ഇമ്പാക്റ്റ് ചെയ്യുമോ, ഉണ്ടെങ്കിൽ എത്ര, അവിടെ അങ്ങനെ ഒരു പ്രശ്നം ബാക്കിയുണ്ട്. അതോടൊപ്പം ചേർത്ത് കാണണം നമ്മൾ അടുത്ത പോയിന്റിനെ, PC തോമസ് എന്ന രാഷ്ട്രീയമായ പോയിന്റിനെ നമ്മൾ കാണണം. PC തോമസ് വളരെ പ്രധാനപ്പെട്ട ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. PC തോമസ് കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് നമുക്കറിയാം. PC തോമസ് കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ UDFന് തിരിച്ചടി കിട്ടാനിടയുണ്ട്. എന്തെന്നാൽ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകാമെന്ന്. അത് ഒരു ഘടകമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ PC തോമസ് പിടിക്കുന്ന വോട്ട് കുറയുകയാണെങ്കിൽ UDFന് ഗുണമാകുമെന്ന കാര്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീലാൽ, എന്ത് സംഭവിക്കാനാണ് സാധ്യത? സനീഷ്, PC തോമസ് ഇപ്പോഴും NDAയുടെ ഭാഗമായിട്ട് അല്ല ഇപ്പോൾ കോട്ടയക്കാർ കാണുന്നത്. അദ്ദേഹത്തെ ഇപ്പോഴും ഒരു കേരള കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടാണ് കോട്ടയംകാർ കാണുന്നത്. മുമ്പ് അദ്ദേഹം മത്സരിച്ചപ്പോഴും ഇതിനാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് NDAയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കേരളത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒറ്റ ഘടകമാണ്. അന്നും ഉണ്ടായിരുന്നു ഈ പാലയും പിറവും ഒക്കെ ഇതേ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ജയിച്ചത്. ഇപ്പോഴും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം അങ്ങനെ നിൽക്കുന്നു. ഒന്ന്. രണ്ട്, PC തോമസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി NDAയുടെ 2 സ്ഥാനാർത്ഥികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് കുമ്മൻ രാജശേഖരനെയും കെ സുരേന്ദ്രനെയും പത്തനംതിട്ടയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ NDAയുടെ മറ്റേതൊരു സ്ഥാനാർത്ഥിക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് PC തോമസ്. ആ PC തോമസ് ഘടകം ഈ നേരത്തെ NJ പറഞ്ഞതുപോലെ ഈ കേരള കോൺഗ്രസ് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, PJ ജോസഫിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കുള്ള അതിർത്തി അടക്കമുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അവർക്കുള്ള ആ ഒരു ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ആ ഒരു പ്രതിസന്ധി, ആ ഒരു വിഷമം, ഒരു വൈരാഗ്യം, അത് വാസവനല്ല പോകാൻ സാധ്യതയുള്ളത്. അത് PC തോമസിലേക്ക് കാരണം അവരും കേരള കോൺഗ്രസ് നേതാവായിട്ട് കാണുന്ന PC തോമസിലേക്ക് പോവുകയാണ് എങ്കിൽ PC തോമസിന് ഇവിടെ മാണി സാറിന്റെ വിടവാങ്ങൽ ഉണ്ടാക്കിയ ഈ വൈകാരികമായ അടുപ്പം കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഗുണമാകാൻ സാധ്യതയുണ്ടോ? അതിനേക്കാൾ ഉപരി അവിടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, PJ ഉൾപ്പെടെയുള്ള PJ അനുകൂലിക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന അവർക്കുള്ള ഒരു മുൻപ് PJയോട് കാണിച്ചതിനുള്ള ഒരു വൈരാഗ്യം, ഒരു ദേഷ്യം, അത് ഒരു വോട്ടായി മാറുമ്പോൾ അത് PC തോമസിന് അനുകൂലമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി രാജീവ്, ഇവിടെ PC തോമസ് ഈ പിടിക്കുന്ന വോട്ട് കേരള കോൺഗ്രസിന്റെ വോട്ടുകളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്. അത് LDFന് വല്ല പ്രതീക്ഷ നൽകാനുള്ള കാരണങ്ങളാകുമോ? LDFന് കുറച്ചൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ മറ്റു ഘടകങ്ങൾ എതിരായിട്ട് LDFന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം നൽകുന്നതാണ് PC തോമസിന്റെ സ്ഥാനാർത്ഥിത്വം. 6 പ്രാവശ്യമാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് PC തോമസ് വിജയിച്ചിട്ടുള്ളത്. 89 മുതൽ 2004 വരെ. അതിൽ 99 വരെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയും 2004 NDAയുടെ സ്ഥാനാർത്ഥിയുമായിരുന്നു PC തോമസ്. ഇപ്പോൾ പെട്ടെന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് പുതുതായിട്ട് കോട്ടയം മണ്ഡലത്തിലേക്ക് വരികയില്ല. അതിൽ തന്നെ പിറവം, പാലാ മണ്ഡലങ്ങൾ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. അവിടേക്ക് PC തോമസ് വരുമ്പോൾ ഇതേ മണ്ഡലങ്ങളിൽ തന്നെ PC തോമസ് വിജയിച്ചിട്ടുള്ളതാണ്. NDA സ്ഥാനാർത്ഥിയെ വിജയിച്ചിട്ടുള്ള PC തോമസ് പിടിക്കുന്ന വോട്ടുകൾ UDFൽ നിന്നായിരിക്കും ബഹുഭൂരിപക്ഷം വോട്ടുകളും പിടിക്കുക. സ്വാഭാവികമായിട്ട് LDFന് കുറച്ച് വോട്ട് നഷ്ടപ്പെടും. അത് LDFനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ആശ്വാസം നൽകുന്നു. അതാണ് ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്, ഈ സ്ഥാനാർത്ഥി മികവ് എന്നത്. സ്ഥാനാർത്ഥി മികവ് എന്ന് ഈ PC തോമസിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ, PC തോമസ് എല്ലാ മുന്നണികൾക്കകത്തും മത്സരിക്കുകയും വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. കേന്ദ്രമന്ത്രി വരെ ആയിട്ടുള്ള ആളാണ്. PC തോമസിന് ആ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്, നമ്മൾ കണ്ടു. അതേസമയം തന്നെ ഈ സ്ഥാനാർത്ഥി മികവ് എന്നത് വെച്ച് വോട്ടാവുകയാണെങ്കിൽ LDFന് പ്രതീക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ VN വാസവന്റെ പേരിൽ അവിടെയുണ്ട്. PC തോമസ് ചാഴികാടനും തമ്മിലുള്ള വോട്ട്, അവർ തമ്മിൽ വോട്ട് ശേഖരിച്ച് ഭിന്നിച്ചു പോകുന്ന സാഹചര്യമാണെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ നില ഉണ്ടാകാം എന്ന് ഇടതുപക്ഷത്തിന് സ്വപ്നം കാണാനുള്ള കാരണങ്ങൾ പോലുമുണ്ട്. ഈ UDF സ്ഥാനാർത്ഥി മികവിന്റെ കാര്യം പറയുമ്പോൾ തോമസ് ചാഴികാടനും സ്ഥാനാർത്ഥി മികവ് എന്നുള്ള രീതിയിൽ മോശമല്ല. അത് UDFന്റെ ശക്തിയും സ്ഥാനാർത്ഥി മികവും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മികവിനേക്കാൾ UDFന്റെ ശക്തിയാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് കൂടുതൽ. അതെ 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 മറ്റത് അത് മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാളുകളെ വ്യക്തിപരമായി വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി, പിന്നെ വ്യക്തിബന്ധങ്ങൾ, പിന്നെ ഒരു മികച്ച സംഘാടകൻ,
വി എൻ വാസവനെ പോലെ ഒരു മികച്ച സംഘാടകൻ കോട്ടയം ജില്ലയിൽ ഇത്ര ഒരു മികച്ച സംഘാടകൻ ഇപ്പോൾ മെയ് ദിനത്തിന് വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പാമ്പാടിയിൽ സംഘടിപ്പിക്കുന്ന മെയ് ദിന റാലി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെയ് ദിന റാലികളിലൊന്നാണ്. അതിന്റെ എത്രയോ വർഷങ്ങളായിട്ട് വി എൻ വാസവനാണ് അതിന്റെ സംഘാടനം. പിന്നെ അല്ലാതെ സാംസ്കാരിക പരിപാടികൾ അങ്ങനെ കോട്ടയം മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോട്ടയം സാമുദായികമായ കാര്യം കൂടെ സാമുദായികമായ കാര്യവും കോട്ടയം മണ്ഡലത്തിൽ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ നിർണായകമായ ഒരു ഘടകമാണ് കോട്ടയം, പ്രത്യേകിച്ചും കോട്ടയം നിയമസഭാ മണ്ഡലത്തിലും പരിസരത്തും ഒക്കെ. അത് വി എൻ വാസവന് അനുകൂലമാണ്. അതെ.